റസൂല് പഠിപ്പിച്ചു അഫ്ദലുൽ അമാലി അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള അമല്, ഏറ്റവും ശ്രേഷ്ഠതയുള്ള പ്രവർത്തനം അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. പടച്ചവന്റെ പേരിൽ സ്നേഹിക്കലാണ്, പടച്ചവന്റെ പേരിൽ വെറുക്കലാണ്. സുബ്ഹാനല്ലാഹ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ബിരിയാണി വാങ്ങി തന്നിട്ടല്ല, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വിസ വാങ്ങി തന്നിട്ടല്ല, പിന്നെയോ നമുക്ക് കുറെ സംഭാവനകൾ തന്നിട്ടല്ല. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ചു, അല്ലാഹുവിന്റെ ദീന് പ്രചരിപ്പിച്ചു, അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു, ദീന് സജീവമാക്കിയതിനാൽ ആ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിം ഉമ്മത്ത് സ്നേഹിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. നബി തങ്ങൾ പറഞ്ഞില്ലേ, അഫ്ദലുൽ അമാൽ, ഏറ്റവും ബഹുമാനമുള്ള അമലാണ് പടച്ചവന് വേണ്ടിയുള്ള സ്നേഹം. താജുൽ ഉലമയെ നമ്മൾ എന്തിനു സ്നേഹിക്കുന്നു? നൂറുൽ ഉലമയെ നമ്മൾ എന്തിനു സ്നേഹിക്കുന്നു? ഈ മാസത്തിൽ വിട്ടുപിരിഞ്ഞു പോയ ശൈഖുൽ ഹദീസ് ഇസ്മായിൽ ഉസ്താദ്, അല്ലാഹു അവരുടെ ഒക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എന്തിനു വേണ്ടി സ്നേഹിക്കുന്നു? ഞങ്ങളൊക്കെ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ നല്ല ശക്തമായ നിലയ്ക്ക് തർക്കിച്ച് സംശയം ചോദിക്കും. ഏത് മുജാഹിദും ജമാഅത്തുകാരനും ഏത് നിരീശ്വരവാദിയും മതവിരോധിയും അവർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സംശയങ്ങൾ ഉസ്താദിനോട് ചോദിക്കുമ്പോൾ വളരെ രസകരമായ നിലയ്ക്ക് വളരെ കൃത്യമായി ഉസ്താദ് പറഞ്ഞു തരും. പിന്നീട് ഞങ്ങൾക്കൊരു സംശയത്തിനുള്ള വേദി പോലും ഉണ്ടാകൂല. ചോദിക്കുന്ന കുട്ടികളോട് വലിയ സ്നേഹമാണ്, വളരെ സ്നേഹമാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ദീനിന് വേണ്ടി അവരധ്വാനിച്ച് പ്രവർത്തിച്ച് കിതാബുകൾ എഴുതി ധാരാളം ഇൽമു പ്രചരിപ്പിച്ചു. താജുൽ ഉലമ ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വളർത്തി. സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിക്കുന്ന ഈ പാവപ്പെട്ട എന്നെ പോലുള്ളവർക്ക് വലിയ ധൈര്യം പകർന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. മുക്കത്തായ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അതിന്റെ നിർമ്മിക്കാൻ സഹായിച്ച ആളുകൾ വരുന്നു. തങ്ങളവറുകൾ ഒരൊറ്റ കുട്ടിക്ക് ടെലിഫോൺ ചെയ്തിട്ട് പരിപാടിക്ക് ക്ഷണിക്കാൻ ധൈര്യം വരൂല. പക്ഷേ തങ്ങളവറുകളുടെ സ്നേഹം എനിക്കറിയാം, തങ്ങളവറുമായുള്ള എന്റെ ബന്ധം എനിക്കറിയാം. ഞാൻ തങ്ങളെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ പെട്ടെന്നാണ് പരിപാടി വന്നത്, കുറഞ്ഞ ദിവസം 1-2 ദിവസമേ ഉള്ളൂ, തങ്ങൾ വരണം, ഉദ്ഘാടനം ചെയ്യാൻ തങ്ങൾ വരണം. തങ്ങൾ വന്നു. വന്നിട്ട് ഒന്ന് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, എന്നെ ആരും ഫോൺ ചെയ്തിട്ടൊന്നും വിളിക്കലില്ല, പേരോട് വിളിച്ചുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ തങ്ങൾക്കൊന്നും കൊടുത്തിട്ടൊന്നുമല്ല. എന്തുകൊണ്ട്? സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പ്രചരിപ്പിക്കുന്നു എന്ന നിലക്കുള്ള സ്നേഹമാണ്, വേറൊരു സ്നേഹമല്ല. ബഹുമാനപ്പെട്ട മർഹൂം നൂറുൽ ഉലമ എം എ ഉസ്താദ് എത്രയോ കാലം മുമ്പ് കണ്ണിയത്ത് ഉസ്താദിനോട്, മുസ്ലിയാർ അവറുകളോട്, അതുപോലെ തുടങ്ങിയിട്ട് ഷെയ്ഖ് നസ്രത്തിനോട്, ഷെയ്ഖ് ഹസൻ നസ്രത്തിനോട്, അങ്ങനെയുള്ള വലിയ വലിയ ആലിമീങ്ങളോട് ചോദിച്ചിട്ട് വാങ്ങി വെച്ച ഫത്വയുണ്ട്. ആ ഫത്വ ഞാൻ അത് ചോദിച്ചെന്നപ്പോ അത് അങ്ങനെ തന്നെ എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചോന്ന് എന്റെ അടുത്ത് തന്നു. ആ ഫത്വ അങ്ങനെ എന്റെ കോപ്പിയല്ല. എന്തുകൊണ്ടാണ്? സുന്നത്ത് ജമാഅത്ത് പറഞ്ഞതിന്റെ സ്നേഹമാണ്. ഞാൻ പറഞ്ഞു വന്നത്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അവരിങ്ങോട്ട് സ്നേഹിക്കുന്നു, സുന്നത്ത് ജമാഅത്തിന് ധൈര്യം പകർന്നു എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നു. അപ്പൊ അവരെ എല്ലാം നമ്മൾ അനുസ്മരിക്കുന്നു, അവരെ മദ്ഹ് പറയുന്നു, അവരെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നു, അവരെ എന്നും നമ്മൾ ഓർമ്മിക്കുന്നു. അത് അഫ്ദലുൽ അഅമാൽ, അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അമലാണ്. അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അമലാണ്. ഇന്നലെ എന്റെ കാലുമലൊക്കെ നല്ല നീരിട്ട് 2-3 ദിവസമായിട്ട് ഉറങ്ങാനും കിടക്കാനും ഒന്നും സമയം കിട്ടിയിരുന്നില്ല. യാത്രയിൽ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ വയലത്തൂർ തങ്ങളെ പരിപാടിക്ക് പോയി. വയലത്തൂർ തങ്ങൾ നല്ല ധൈര്യം പകർന്ന ആളാണ്. നമുക്ക് ഇപ്പൊ പറയാൻ സമയമില്ല. ധൈര്യം പകർന്നുകൊണ്ടാണ് തങ്ങളെ പരിപാടിക്ക് പോയി. എന്തിനാണ് വയലത്തൂർ തങ്ങളെ സ്നേഹിച്ചത്? എന്തിനാണ് സയ്യിദന്മാരെ സ്നേഹിക്കുന്നത്? ഇവിടെ മറവ് ചെയ്യപ്പെട്ടു പോയ വലിയ വലിയ മഹാന്മാരായ സയ്യിദന്മാരെ മഖബറ അടിച്ച് തകർത്തില്ലേ ജമാഅത്ത് ഇസ്ലാമിക്കാര്? എന്തിനാണ് അവർ തകർത്തത്? എന്തായാലും അവർ ചെയ്ത തെറ്റ്? ഇവിടെയുള്ള എല്ലാ ഖബർസ്ഥാനിയും ഇവിടെയുള്ള മുഴുവൻ സ്ഥലങ്ങളും യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന് വാങ്ങിക്കൊടുത്തവരില്ലേ അവർ? ആ വാങ്ങിക്കൊടുത്തവരോടൊരു നന്ദിയില്ലാതെ അവരെ ഖബർ അടിച്ചു പൊട്ടിക്കുന്നതിന് ഒരു വിഷമവും തോന്നിയില്ലല്ലോ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക്. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അക്രമമാണ് ചെയ്തത് എന്നല്ല ഒരു മുജാഹിദ് പ്രസംഗിച്ചില്ലേ? മുജാഹിദിനെങ്ങാനും ഭരണം കിട്ടിയാൽ മദീനത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പച്ചക്കുബ്ബയുള്ള റൗള ശരീഫ് പിറ്റേന്ന് തകർക്കും പ്രസംഗിച്ചില്ലേ? പച്ചയായിട്ടുള്ള ഒരു
മുജാഹിദ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരുടെ മനസ്സ് എത്ര പെടയും. ഒരു വലിയ ഒരു നേതാക്കന്മാരുടെ ഒരു സദസ്സ്. സുബ്ഹാനല്ലാഹ്. എ പി ഉസ്താദ് ഉണ്ട്, കുഞ്ഞാലിക്കുട്ടി ഉണ്ട്, അതുപോലെ അബ്ദുൽ വഹാബ് ഉണ്ട്, അതുപോലെ തന്നെ കെ എസ് അബ്ദുള്ള സാഹിബ് ഉണ്ട്, ഐസൻ ഹൈദരാജി ഉണ്ട്. പലരും മരിച്ചുപോയി. അതിൽ അല്ലാഹു മരിച്ചവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. ഈ വിനീതനായ ഞാനുണ്ട്. വലിയൊരു സദസ്സ് കോഴിക്കോട്. അവിടെ നിന്ന് എ പി ഉസ്താദ് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫ് അടിച്ചു തകർക്കും എന്ന് പറഞ്ഞ മുജാഹിദിനോട് യോജിക്കാൻ ആര് പറഞ്ഞാലും നമ്മൾ യോജിക്കൂല. അപ്പോ ആരോ ചോദിച്ചു, അങ്ങനെ പറയൂ. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്നവൻ പറഞ്ഞിട്ടുണ്ടെന്നും മൗലവിയും ജീവൻ പോയതുകൊണ്ട് ഞാനിപ്പോ പേര് പറയുന്നില്ല. ഇന്നവൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞപ്പോ ഹൈസൻ ഹൈദരാജി പറഞ്ഞു, അതെന്നാ യഹൂദി ആയിരിക്കും. ഇത് ഞാൻ നേരിട്ട് കേട്ടതാ. അപ്പോ അവരൊക്കെ സാധാരണക്കാരാണ്. അവർക്ക് ആ വിഷയത്തെ കുറിച്ച് അവർക്ക് ഇവരുടെ ഈ തെറ്റും കാര്യങ്ങളൊന്നും അവരറിയില്ല. അതുകൊണ്ടാണ് ഈ സാധാരണക്കാർ പലരും ആലിമീങ്ങളല്ലാത്തവരും ഇവരെ തകരാറുകൾ മനസ്സിലാക്കാത്തവരൊക്കെ അവർക്ക് എന്താ കുഴപ്പമെന്ന് വിചാരിക്കും. അവരെ കുഴപ്പമൊക്കെ പറഞ്ഞാലേ നമ്മൾ മരിക്കുന്നവരെ പറഞ്ഞാൽ തീരൂല. അതിന് മാത്രം കുഴപ്പമുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്കും മുജാഹിദിനും വ്യാജത്തരീഖത്തുകാർക്കൊക്കെ. അതുകൊണ്ട് ആരും അതിലൊന്നും പെട്ടുപോകരുത്. അവർക്ക് ഗുണകരമായ തബ്ലീഗ് ജമാഅത്തിനെ പറ്റി ചിലർ വിചാരിക്കും നല്ല താടി ഉണ്ടല്ലോ, നല്ല തലയെക്കെട്ടുണ്ടല്ലോ, അതിനെന്താ കുഴപ്പം, നിസ്കരിപ്പിക്കില്ല എന്ന് തോന്നുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിസ്കരിപ്പിക്കുന്നതിനല്ല നമ്മളെ വിരോധം, താടി വെക്കുന്നതിനല്ല വിരോധം. നമുക്ക് വലിയ താടി, തലയെക്കെട്ട് കെട്ടുന്നതിനല്ല വിരോധം. അവരുടെ ആശയത്തിലാണ് വിരോധം. അവരുടെ പുസ്തകങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, അവരുടെ മാസികൾ നമ്മുടെ കയ്യിലുണ്ട്. അവര് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിച്ചുകൊണ്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ഇസ്തിഗാഥ ചെയ്ത ഇമാമിങ്ങൾ മുഴുവനും ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങളാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് പോലും നബി തങ്ങളെ ഖബറിന്റെ അടുക്കൽ പോയി സഹായം തേടിയത് സഹീഹായ ഹദീസിൽ ഇമാം ബുഖാരിയുടെ ഗുരുവര്യരും ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു മുസന്നഫിൽ റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസ് ഉണ്ട്. അതുപോലെ തന്നെ ഖുർആനിലും ഹദീസിലും അതിന് ധാരാളം തെളിവുണ്ട്. അതെല്ലാം ഉണ്ടായിട്ടും ഇബ്നു അബ്ദുൽ വഹാബ് എന്ത് വാദിച്ചു? റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയവൻ അവൻ അബൂജഹലിനെ കാണാൻ വലിയ മുശ്രിക്കാണെന്ന് വാദിച്ചു. ആ വാദത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അത്തൗഹീദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം. ആ പുസ്തകം സുബ്ഹാനല്ലാഹ് അറബിയിൽ കവിതയാക്കിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ അതാ സ്ഥാപനത്തിൽ കയറി ഇരുന്ന് ശമ്പളം വാങ്ങുന്ന മനുഷ്യന്മാരുണ്ട് എന്ന് കേട്ടപ്പോ മനസ്സിലുണ്ടായ പെടക്കൽ വെറുതെ ചെറുതല്ല കേട്ടോ. സുന്നത്ത് ജമാഅത്തിനെ നശിപ്പിക്കാൻ ആര് ഇറങ്ങിയാലും എവിടുന്ന് ഇറങ്ങിയാലും അത് നോക്കി നിൽക്കുമെന്നാരും തെറ്റിദ്ധരിക്കണ്ട. സുന്നത്ത് ജമാഅത്ത് തുറന്ന് പറയും. അത് നന്നായി സമൂഹത്തെ മുമ്പ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഇനിയും സമൂഹത്തെ ബോധ്യപ്പെടുത്തും. ഒരാൾക്കും അതിൽ സംശയം വേണ്ട. അല്ലാഹു തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ലൗലാ യൻഹാഹുമുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിൽ ഇസ്മ വ അക്ലിഹിമുസ് സുഹത ലബീസ മാ കാനൂ യസ്നഊൻ. ജൂതന്മാർ പിഴച്ചുപോയത്, ക്രിസ്ത്യാനികൾ പിഴച്ചുപോയത്, അവരെ പണ്ഡിതന്മാർ അവരതാ സത്യം തുറന്നു പറഞ്ഞില്ല, തെറ്റായ ആശയങ്ങൾ ചൂണ്ടിക്കാണിച്ചില്ല, തെറ്റായ വിധത്തിൽ പണം സമ്പാദിക്കുമ്പോൾ അത് പാടില്ലെന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് പൂർവകാല സമുദായം പിഴച്ചുപോയതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ അലിമീങ്ങൾ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവർക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് ലഅനത്തോടെ മരിക്കാൻ പറ്റൂല. സത്യം തുറന്ന് പറഞ്ഞിട്ടേ മരിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയുന്നു, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിക്കണം. അറിവില്ലാത്തതിന്റെ പേരിൽ, തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ ആരെങ്കിലും അത്തരം ആശയത്തിൽ പെട്ടുപോയവരോ അവർക്കെന്തെങ്കിലും സഹായം ചെയ്തു പോയവരോ ഉണ്ടെങ്കിൽ അവരൊക്കെ തൗബ ചെയ്യണേ. അവരൊക്കെ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വന്ന് സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്തണേ. ഇത് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമെന്ന നിലക്ക് വസിയ്യത്തായി ഓർമ്മപ്പെടുത്തുകയാണ്.
സ്നേഹത്തിന്റെ മാനദണ്ഡം അള്ളാഹുവിനോടുള്ള സ്നേഹം. അതിന്റെ പേരിൽ സ്നേഹം. അള്ളാഹുവിനോടാണ് കടപ്പാട്. അവന്റെ വെള്ളമാണ് കുടിക്കുന്നത്, അവന്റെ ഭക്ഷണമാണ് കഴിക്കുന്നത്, അവന്റെ ഓക്സിജനാണ് ശ്വസിക്കുന്നത്, അവൻ തന്ന കിഡ്നിയാണ്, അവൻ തന്ന ഹാർട്ടാണ്, അവൻ തന്ന ബ്രെയിനാണ്, അവൻ തന്ന കരലാണ്, അവൻ തന്ന അവയവങ്ങളാണ്. ആ റബ്ബ് തന്ന ശരീരവും അവയവങ്ങളും ഒന്നും റബ്ബ് പൊരുത്തപ്പെടാത്തതിൽ ചെലവഴിച്ചുകൂടാ. പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അനുകൂലമായി നിന്നുകൂടാ. ഇതാണ് കാര്യം. അള്ളാഹുവിനെ സ്നേഹിക്കണം. അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹുവിനെ സ്നേഹിച്ചവരെ സ്നേഹിക്കും, അള്ളാഹുവിന്റെ വഴിയിൽ പ്രവർത്തിച്ചവരെ സ്നേഹിക്കും. ആ സ്നേഹ പ്രകടനത്തിന്റെ ഭാഗമാണ് അവരുടെ ആണ്ട് കഴിക്കുന്നത്, അനുസ്മരണം നടത്തുന്നത്, അവരെ മധുര പറയുന്നത്, അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത്.